രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കുക. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ലെങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. അയോധ്യയിൽ നിന്ന് ചേരുന്നത് രാധാകൃഷ്ണനാണ്. ആർക്കെ എല്ലാവിധ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയായിട്ടുണ്ട്. പൂജ, അനുബന്ധ ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് കർശന സുരക്ഷയുമുണ്ട്. അതുപോലെ തന്നെ പ്രസാദമായി നൽകാനുള്ള ലഡുവും മറ്റ് പദാർത്ഥങ്ങളും അടക്കമുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിയും അവിടെ എത്തിച്ചേരും. സരയൂ സ്നാനം കഴിഞ്ഞ ശേഷം നാളെയുള്ള പൂജകളിൽ പങ്കെടുക്കും. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെ അയോധ്യയും അയോധ്യയുടെ പരിസര പ്രദേശങ്ങളും എല്ലാം ഇപ്പോൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കൊടും തണുപ്പിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു തങ്ങാൻ പോലും സാഹചര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഈ അയോധ്യയിലും പരിസര മേഖലകളിലുമായിട്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ ഈ നിലയുറപ്പിച്ചിരിക്കുന്നത്. നാളത്തെ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ദർശനം ലഭിക്കുന്നത് കാത്താണ് ഇവരെല്ലാവരും ഈ മേഖലകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാനൻ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നേരത്തെ ഈ മുഖ്യ യജമാനൻ പ്രധാനമന്ത്രിയാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ചില പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. ആ ഘട്ടങ്ങളിൽ മുഖ്യ യജമാനൻ പ്രധാനമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നാളെ മുഖ്യ യജമാനായി തന്നെയായിരിക്കും പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുക. ഈ ചടങ്ങ് 12:20 നടക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി സിംഹദ്വാർ വഴിയായിരിക്കും. മുഖ്യ കവാടത്തിന്റെ പേര് സിംഹദ്വാർ എന്നാണ്. ആ വാതിൽ വഴിയായിരിക്കും പ്രധാനമന്ത്രി അകത്തേക്ക് എത്തുന്നത്. ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹത്തിൽ ആയിരിക്കും അദ്ദേഹം നിലയുറപ്പിക്കുക. അദ്ദേഹമടക്കം 5 പേരായിരിക്കും ഉണ്ടാകുന്നത്. ഈ സിംഹദ്വാറിൽ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് ഈ രാംലല്ലയുടെ മുഖപടം ധരിച്ച രീതിയിലായിരിക്കും. അതിനുശേഷം ഈ മുഖപടം മാറ്റി കണ്ണുകളിൽ അഞ്ജനമെഴുതിയ രാമവിഗ്രഹത്തെ ആദ്യം കാണിക്കുക രാമവിഗ്രഹത്തിന്റെ പ്രതിച്ഛായ തന്നെയായിരിക്കും. അതിനായി കണ്ണാടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കണ്ണാടിയിൽ രാമവിഗ്രഹം സ്വന്തം പ്രതിച്ഛായ കാണുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ അവസാനിക്കും. തുടർന്ന് ആദ്യ ദർശനം നടത്തുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ളവരായിരിക്കും. പ്രധാനമന്ത്രി മുഖ്യ യജമാനൻ എന്ന രീതിയിൽ 56 വസ്തുക്കൾ അടങ്ങുന്നവ കാഴ്ചവെക്കും. അതാണ് ആദ്യം നേദ്യമായിട്ട് അർപ്പിക്കുന്നത്. 12:20 ആരംഭിക്കുന്ന ചടങ്ങുകളിൽ 56 സെക്കൻഡ് മാത്രമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. പ്രാണപ്രതിഷ്ഠ നടത്തപ്പെടേണ്ടത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. അതിനുശേഷം പ്രധാനമന്ത്രി ഈ ആരതി നടത്തും. പ്രധാനമന്ത്രി ആണ് ആരതിക്ക് ശേഷം ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് കൊടുക്കുന്നത്. അങ്ങനെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും. 4 മണിക്കൂറായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഉണ്ടാവുക. പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ 4 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാനിക്കുകയും പ്രതിദിന ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. നാളെ വൈകിട്ട് മുതൽ ആരതി നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രതിദിനം 3 ആരതികളായിരിക്കും ഉണ്ടാകുന്നത്. രാവിലെ 6:30 മണിക്ക്, ഉച്ചയ്ക്ക് 12:30 മണിക്ക്, വൈകിട്ട് 7:30 മണിക്ക് ആണ് ഈ ആരതികൾ നടക്കുന്നത്. അങ്ങനെ രാമക്ഷേത്രം അതിന്റെ ഉദ്ഘാടനം, പ്രാണപ്രതിഷ്ഠ ഇവയെല്ലാമായിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ എത്തിയിരിക്കുന്നു. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരത്തിൽ തങ്ങുകയാണ് നാളത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ വേണ്ടിയിട്ട്. ക്രിസ്tina, ശരി. പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് സർവസജ്ജമാണ് അയോധ്യ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന്.